ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും അടിപൊളിയായിട്ട് പോകുന്നില്ലേ? കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ് ഞാൻ. നിങ്ങളെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത്. പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. ഇനി ഞാൻ എത്തിയേക്കുന്നത് ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കാനാണ്. തുടരും എന്ന് പറഞ്ഞ മൂവിയെ കുറിച്ചാണ് പറയാനുള്ളത്. തുടരും നിങ്ങൾ OTT റിലീസായിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം കുറച്ച് പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആ സിനിമയെ കുറിച്ച് പറയാറുള്ളൂ. കണ്ടു കഴിഞ്ഞെന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രമേ പറയാറുള്ളൂ. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിൽ സ്പോയിലർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ കാണാത്തവർക്ക്. അപ്പോൾ അങ്ങനെ മാക്സിമം ഞാൻ സ്പോയിലർ ഇല്ലാതെയാണ് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. കഥയെ കുറിച്ച് ഒന്നും പറയാറില്ല. പക്ഷെ എന്നാലും അത് ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. തുടരും എന്നുള്ള സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ത്രില്ലർ ജോണറിൽ വന്നിട്ടുള്ള മൂവിയാണ്. അത് സീരിയസ് ആയിട്ട് ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദുരഭിമാന കൊല എന്ന് പറയുന്നത്. ദുരഭിമാന കൊല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താ വെച്ചാൽ മക്കള് മോനോ മോളോ വേറെ ഒരു റിലേഷൻ, ഒരു വേറെ ജാതി, വേറെ മതം, വേറെ എന്താ പറയുക ഫിനാൻഷ്യൽ ആയിട്ട് താഴ്ന്ന ഉള്ള ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മുടെ അഭിമാനത്തെ ബാധിക്കും എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്തിട്ട് അതിന് ഒന്നെങ്കിൽ നമ്മുടെ മോളെയോ മോനോ കൊല്ലുവാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആരാണോ അവരെ റിലേഷൻഷിപ്പ് ഉള്ളത്, അതായത് ചെക്കനോ പെണ്ണോ ആരാന്ന് വെച്ചാൽ ഉള്ളതെന്ന് വെച്ചാൽ അവരെ കൊല്ലുന്ന അതിന് വന്നൊരു പേരാണ് ദുരഭിമാന കൊല എന്നുള്ളത്. ഇത് കുറേ നാളുകളായിട്ട് ഇപ്പൊ വന്നതൊന്നുമല്ല, ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പേരൊക്കെ കിട്ടിയത്. ദുരഭിമാന കൊല എന്ന് പറഞ്ഞിട്ട് ന്യൂസൊക്കെ കൂടുതലായിട്ടും വരാൻ തുടങ്ങിയത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്. പക്ഷെ ശരിക്കും ഇത് ഇപ്പോഴൊന്നും വന്ന കാര്യമൊന്നുമല്ല. ഇത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കാര്യമാണ്. ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ പുറത്തു വരുന്നതുകൊണ്ട് ഇപ്പൊ കുറച്ചുണ്ട് നമുക്ക് തോന്നുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഈ തുടരുന്ന് പറഞ്ഞ മൂവിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ദുരഭിമാന കൊല എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ കുറേ പേരെ നമുക്കറിയാം. കെവിൻ, നീനു, അതുപോലെ കുറേ കുട്ടികളുണ്ട്. കെവിനെയാണ് കൊന്നത്. പിന്നെ ഒരു അഞ്ജുന്നോ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ സ്വന്തം അച്ഛൻ കൊന്നതാണ്, വേറെ ജാതിയിലും കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പല പല ഇൻസിഡൻസും നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദുരഭിമാന കൊല എന്ന് പറയുന്നതിനെ നമ്മൾ ഓരോരുത്തരും എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ വ്യക്തിനെ, ഓരോ ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നീനും കെവിനും തമ്മിൽ അവരുടെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ. അവരാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു രണ്ടുപേര് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയുന്നത്. അപ്പൊ ആ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് നമ്മള് നീനുവിന്റെ പാരന്റ്സിനെയോ വീട്ടുകാരെയൊക്കെയോ പറഞ്ഞത് അവരെന്താണ് അങ്ങനെ ചെയ്യുന്നേ, ഒരു ചെക്കനെ ഇങ്ങനെ കൊന്നിട്ട് അങ്ങനെ ആക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നീനുവിന്റെ പാരന്റ്സിനെ കുറ്റപ്പെടുത്തി കെവിന്റെ വീട്ടുകാരോട് ഒപ്പം ചേർന്നിട്ടായിരുന്നു നമ്മുടെ സൊസൈറ്റിയിലെ മിക്ക ആൾക്കാരുടെയും സപ്പോർട്ട് അവർക്കായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മള് പിന്നെ ഈ അടുത്ത് എനിക്ക് അവരുടെ പേരൊന്നും ഓർമ്മയില്ല, അതൊരു ട്രിവാൻഡ്രം കൊല്ലം ആ ഭാഗത്ത് എവിടെയാണ് നടന്നത്. ഞാൻ അങ്ങനെ ഒരു സ്റ്റോറി ഡിസ്ട്രിക്റ്റിനെ ഇതാക്കി പറയുന്നില്ല, എനിക്കത് പേരും അതൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു അമ്മയും അച്ഛനും മരിച്ചു. അതെന്താ വെച്ചാൽ മകള് അതുപോലെ ഇങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്ത വേറെ ഏതോ ജാതിയിലോ ഇങ്ങനെ പെടുന്ന ഒരാളെ കല്യാണം കഴിച്ചു, ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചുകൊണ്ട് ആ അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്തു. എന്നിട്ട് മകളെ ബോഡി ഒന്നും കാണിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സൊസൈറ്റി അപ്പം കൂടെ നിന്നത് ഈ അച്ഛനും അമ്മേൻ്റെയും കൂടെയാണ്. കൂടുതലും ഞാൻ മെജോറിറ്റി കേസാണ് പറയുന്നത്, അങ്ങനെ അല്ലാതെ തിങ്ക് ചെയ്തവരുണ്ടാവും. പക്ഷെ മെജോറിറ്റി കേസ് അച്ഛനും അമ്മയുടെ കൂടെ നിന്നിട്ട് മകൾ അങ്ങനെ ഇത്രയും കാലം പോറ്റി വളർത്തിയ മോളല്ലേ അങ്ങനെ ചെയ്തു ഇങ്ങനെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ആ രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ട്. ആ കുട്ടി അനുഭവിക്കും, ആ കുട്ടി അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞു. പക്ഷെ ഇത് നമുക്കൊരിക്കലും ദുരഭിമാന കൊലയല്ല. കാരണം അത് അവര് ആ അച്ഛനും അമ്മയും ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ല, മോനെയോ മരുമോനെയോ ഒന്നും കൊല്ലാൻ പോയിട്ടില്ല. പക്ഷെ അവര് തന്നെ സൂയിസൈഡ് ചെയ്ത് അതൊരു ദുരഭിമാന ആത്മഹത്യ എന്നൊക്കെ പറയാം, സൂയിസൈഡ് എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ കൊലയല്ലെങ്കിൽ കൂടിയും അതൊരു ക്രൈമാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ സൂയിസൈഡ് എന്നുള്ളത് ക്രൈമാണ്. നമുക്ക് നമ്മുടെ ജീവൻ നശിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല.
അപ്പോൾ അതൊരു ക്രൈം തന്നെയാണ്. അവരങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത് ആ സൊസൈറ്റിയാണ്. എന്താണ് നമ്മൾ മോളി എങ്ങനെ പോയി ഇങ്ങനെ ഏതോ ജാതിയിൽ ഏതോ മതത്തിൽ പോയി ഇങ്ങനെ നമ്മളുമായിട്ട് ഫിനാൻഷ്യലി ഇത്രയും ഇല്ലാത്ത താഴ്ന്ന ആൾക്കാരാണ് അവര്. അപ്പൊ അങ്ങനെ പോയി ഇപ്പൊ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, അങ്ങനെ പല പല തോട്ടായിരിക്കും അവരുടെ മനസ്സിൽ. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, നാണക്കേടാണ്, അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ഇവര് മരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു കേസിൽ കൂടുതൽ ആൾക്കാരും ഈ അച്ഛനും അമ്മേന്റെയും കൂടെയാണ് നിന്നത്. എന്നിട്ട് ആ കുട്ടീനെയാണ് തള്ളി പറയുന്നത്. പക്ഷെ ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ആ കുട്ടി ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോയി. ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ അവർ ഏത് രീതിയിൽ വീട്ടിൽ സംസാരിച്ചോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവും വീട്ടുകാരെ സമ്മതിക്കില്ല എന്ന് തോന്നിയിട്ട് ആ കുട്ടി പോയി. ഒരു പ്രായപൂർത്തിയായ കുട്ടിയാണ്. ആ കുട്ടിക്ക് എത്ര വയസ്സാണെങ്കിലും ആലോചിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ഇനിയിപ്പോൾ കഴിവില്ലെങ്കിൽ തന്നെ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിയമപരമായിട്ട് ആ കുട്ടി അങ്ങനെ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അച്ഛനും അമ്മയും മരിക്കുവോ, ആരെയും മരുമോനെ പോയി കൊല്ലുവോ അല്ലെ മോളെ പോയി കൊല്ലുവോ, ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണ് പോകുന്നത്? നമ്മളിപ്പോ ആത്മഹത്യ ചെയ്തത് നമ്മുടെ ജീവിതമാണ് പോകുന്നത്. നമ്മൾ ഇത്രയും കാലം ഈ ലോകത്ത് ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആ ഒരു കാരണം, ഒരു സിമ്പിൾ കാരണം കൊണ്ട് എന്നുവെച്ചാൽ എനിക്കത് സിമ്പിൾ ആയിട്ടേ തോന്നുള്ളൂ. ഒരാളുടെ കൂടെ ഇറങ്ങി പോവാന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടേ എനിക്ക് തോന്നുള്ളൂ. ഒരു സിമ്പിൾ കാര്യത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്, ലൈഫ് ഒന്നേ ഉള്ളൂ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി ഒരിക്കലും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എന്ന് വെച്ച് നമ്മളങ്ങനെ മോള് പോയി നമ്മൾ നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ തലയുയർത്തി നടക്കും ചിന്തിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി, വേറെ ആർക്കും ഇവിടെ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുപോലെ നമ്മളിപ്പോ മരുമോനെയോ കൊല്ലാൻ പോയി എന്ന് വെച്ചിട്ട് ഇവിടെ വേറെ ഒന്നും സംഭവിക്കാൻ പോകില്ല. നമ്മൾ ജയിലിൽ കിടക്കും, കുറെ പോലീസ് നമ്മളെ പിറകെ നടക്കും, നമ്മൾ കേസ് വഴക്ക്, പിന്നെ ന്യൂസ് വരും, ടിവിയിലും എല്ലാം ഫുള്ള് ആ രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ മോശപ്പെട്ട പേര് നമുക്ക് ഉണ്ടാവും എന്നല്ലാതെ അതിൽ കൊണ്ട് ആത്മഹത്യയോ ദുരഭിമാന കൊലയോ കൊണ്ട് ഈ സൊസൈറ്റിയിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു പ്രായപൂർത്തിയായ ചെക്കനോ പെണ്ണോ അവർക്ക് ഇഷ്ടം തോന്നി, അവര് ഒന്നിച്ച് ജീവിക്കണം തോന്നി, അവര് ജീവിച്ചു. അതിൽ ആർക്കും തടയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇനിയിപ്പം സപ്പോസ് അച്ഛനും അമ്മക്കും അതിന് താല്പര്യമില്ല, നിന്നെ വീട്ടിൽ കയറ്റില്ല, നീ വരണ്ട, നീ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു, ഓക്കെ, അതൊക്കെ അവരുടെ ഇഷ്ടം. അവർ ആരുമായിട്ട് എങ്ങനെ ബന്ധം വെക്കണം എന്നൊക്കെയുള്ള ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ പേരിലൊരു ക്രൈം ചെയ്യാന്നുള്ളതൊക്കെ എന്ന് പറയുന്നത്, അതൊക്കെ ഏത് രീതിയിലുള്ള, നമുക്കറിയാം ഈ സിനിമയിൽ ഏത് രീതിയിലുള്ള ക്യാരക്ടറാണ് സമൂഹത്തിൽ കുറച്ച് ഇതായി നിൽക്കുന്ന പേരൊക്കെ ഉള്ള ഒരു ആൾക്കാരാണ്. പേര് ഇൻ ദ സെൻസ് ജോബ്, കുറച്ച് പൊസിഷൻ, അങ്ങനത്തെ കേസിലൊക്കെ ഉള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തന്നെ തലക്കോളമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരിനെ എന്തൊക്കെ ഇനി ക്രൈസിസ് വരാൻ പോകുന്നുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ടും അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനേക്കാളും വലുതായിട്ട് ആ ഒരു നമ്മുടെ ഒരു അഭിമാനത്തെ കണക്കാക്കുന്നത് കൊണ്ടാണ്. ആ വഴിക്കങ്ങ് പോകുന്ന ഒരു പോട്ടേന്ന് ചിന്തിച്ചാലും മതി. എന്തിനാണ് അവരങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആത്മഹത്യ, കൊല എന്നുള്ള രീതിയിൽ പോകുന്നത്? ഇതിനൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റം വരണം. ഇഷ്ടപ്പെട്ടവർ അവർ ജീവിക്കട്ടെ, അവരിനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ തന്നെ അവരങ്ങ് അനുഭവിക്കട്ടെ എന്നങ്ങ് ചിന്തിക്കുക. അങ്ങനെ അച്ഛന്മാർ അല്ല, ചില പാരൻസ് അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ നിന്റെ വഴിക്ക് നീ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാണ്, അമ്മയല്ല അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഓക്കെ, അങ്ങനെയാണോ ഓക്കെ, നമ്മുടെ വഴിക്ക് പോയി നമ്മൾ ജീവിച്ച് കാണിച്ചു നല്ല രീതിയിൽ തന്നെ. പക്ഷെ അതല്ലാതെ ഇങ്ങനൊരു രീതിയിലേക്ക് ഒക്കെ വരുമ്പോഴാണ് അതൊരു വലിയ പ്രോബ്ലം സൊസൈറ്റിയിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ആക്കുകയും ചെയ്യുന്നത്. കാരണം ഒരു കേസ് വരുമ്പോൾ അതുപോലെ വീണ്ടും കേസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ മാത്രമല്ല, ലോകത്തിലെ നമ്മുടെ കേരളത്തിലെ പലരും ഇങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ തിങ്കിങ് തെറ്റല്ല എന്നുള്ളൊരു മെസ്സേജാണ് അതിലൂടെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് സന്തോഷമായിട്ട് ആരെങ്കിലും എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, നമ്മുടെ ലൈഫാണ് വലുത്, നമുക്ക് ജീവിക്കാം എന്നുള്ള മൈൻഡിൽ അച്ഛനും അമ്മയോ ആരായാലും പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ ഇതുപോലെ കൊലകളോ ദുരഭിമാന കൊലകളോ ആത്മഹത്യകളോ ഒന്നും സംഭവിക്കില്ല. അപ്പൊ എനിക്ക് ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാര്യമാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, തുടരുന്ന പറഞ്ഞാൽ മൂവിനെ കുറിച്ചിട്ടും അല്ലാതെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടും പറയാനുള്ളതൊക്കെ എന്നോട് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.